ആൾക്കാർ അതിനകത്ത് ഒരു നെഗറ്റീവായിട്ട് മാറുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. അതെനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് ഈ ഫേക്കായിട്ട് നിന്നവർക്കാണ്. അതിപ്പോൾ ഞങ്ങളുടെ സീസണിലും ഒക്കെ കുറേ പേര് അതിൻ്റെ വിക്റ്റിം ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. നമ്മൾ ആൾക്കാർ വിചാരിക്കും ഈ 100 ദിവസം ഞാൻ നിന്നിട്ട് പുറത്തിറങ്ങി കഴിയുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ നന്നായിട്ട് നിന്നാൽ ഒരു ദിവസം നിന്നാലും ജനങ്ങളുടെ ആ ഒരു സ്നേഹം കുറേവർ നമുക്ക്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. ഞാൻ പ്രൈസ് മണിക്ക് വേണ്ടി മാത്രമായിട്ട് ബിഗ് ബോസിലേക്ക് പോകരുതെന്നാണ്. ഒരിക്കലും പോകരുത്. എനിക്ക് തോന്നിയിട്ട് നമ്മൾ സിനിമകൾ ചെയ്താൽ പോലും ആൾക്കാർ ആ ഒരു ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുന്നത്. ഇതെന്ന് വെച്ചാൽ ഒരു 100 ദിവസം നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് നമ്മളുടെ സ്വഭാവം ഒക്കെ ആൾക്കാർ കാണാം. ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഫോർ എവർ. 100 ദിവസം ഒരാൾക്കാരെ സ്നേഹിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അവർ എടുക്കുന്നത്. മലയാളികളുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അതൊരു നമ്മളെപ്പോഴും പറയും മലയാളികളുടെ സ്നേഹം നമുക്ക് കിട്ടിയാൽ നമുക്ക് എവിടെ പോയാലും ദൈവം എന്നുള്ളതാണ്. ആ ഒരു ലവിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അതും ഫേക്കായിട്ട് നിൽക്കരുത്. നമ്മളെ ഗെയിംസ് ഒക്കെ ചെയ്യാം, പക്ഷെ നമ്മൾ ജെന്യുവനായിട്ട് നന്നായിട്ട് നിൽക്കാം. വേറൊരാളെ തട്ടി താഴെയിട്ടിട്ട് നമുക്ക് കിട്ടിയിട്ടൊന്നും വലിയ കാര്യമൊന്നും. അതാണ് ഞാൻ അവിടെ ചെയ്തതും. അതുകൊണ്ടാണ് എനിക്ക് 100 ദിവസം വരെ ഇപ്പം ഞങ്ങളുടെ ഒരു സമയത്തൊന്നും PR ഒന്നും ഇല്ല. ഇപ്പോഴൊക്കെയാണ് ഫുൾ PR ഒക്കെ ചെയ്ത് പോണത്. നമ്മുടെ ഒരു സീസണിൽ നമുക്കിത് ലുക്കപ്പ് ചെയ്യാനുള്ളൊരു ഒന്നുമില്ല. ആകെ ഫസ്റ്റ് സീസണിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സ്ട്രാറ്റജി അതായിരുന്നു നിൽക്കുന്നിടത്തോളം കാലം ജെന്യുവനായിട്ട് നിൽക്കാം. അത് 1 ദിവസമായാലും 10 ദിവസമായാലും 100 ദിവസമായാലും. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് കുറേ ആൾക്കാർ മലയാളം ക്യാരക്ടർ like a complete family entertainer. You can watch me. It's a must watch film. Like you gotta watch it once. So it's a complete family entertainer. Anything else? Supportive. In spite of the language issue, we could able to break the ice, and it went really smooth. And it was really good and supportive on the sets as well. പെർഫോമൻസ് എങ്ങനെ ഉണ്ടോ? അടിപൊളി. പടം എങ്ങനെ ഉണ്ടായിരുന്നു? പെർഫോമൻസ് അറിഞ്ഞായിരുന്നോ? നല്ല മൂവിയാണ്. അതെല്ലാവരും ഗംഭീര സിനിമയാണ്. ഗംഭീര മേക്കിംഗാണ്. ഗംഭീര മികച്ചൊരു പടം. മികച്ച പടം നോക്കണ്ട. എല്ലാവരും കറക്റ്റാണ് ഇറങ്ങുന്നത്. നല്ല പടം. നല്ല കണ്ടന്റ്. അവനൊക്കെ ഉണ്ട്. നന്നായിരുന്നു. പ്രോ സിനിമ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? പ്രേക്ഷകരോട് കണ്ടപ്പോൾ എല്ലാവരും കണ്ടില്ലേ? ഈ പ്രേക്ഷകരെല്ലാം അറിഞ്ഞുകൊണ്ടാണ് അറിയപ്പെടുന്നത്. കുറച്ച് ഇമോഷണൽ കണക്ട് ഉണ്ട്. ബാക്കി നമ്മളെന്നെ അത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ശരിയല്ല. കണ്ടിട്ട് അതിൻ്റെ പ്രേക്ഷകർക്ക് ഇട്ടിരിക്കുകയാണ്. കണ്ടിട്ട് റെസ്പോൺസ് പറയുന്നു വിചാരിക്കും. ഇത് കാണാൻ പോകുന്ന പ്രേക്ഷകരോട് അല്ല, ഇതൊരു ധാരണകളില്ലാതെ അതിൻ്റെ ശൈലികളിൽ സിനിമയുണ്ട്. എൻ്റെ വിശ്വാസം എന്തൊക്കെ എന്റർടൈൻമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സിനിമയുണ്ട്.
താങ്കൾ തന്നെ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും, പക്ഷേ പ്രേക്ഷകരുടെ കൂടെ ആദ്യമായിരിക്കും ഇപ്പോഴാണ് കാണുന്നത്. ഞാൻ ഇന്നലെ ചെന്നൈയിൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതെ, ഇപ്പം ഇവിടുത്തെ ഒരു കോമൺ ഓഡിയൻസ് അതൊക്കെ എങ്ങനെ തോന്നുന്നു? ആ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അല്ല, ഉറപ്പായിട്ടും ഇതിൻ്റെ പ്രൊഡക്റ്റ് നമ്മുടെ ആണല്ലോ, അപ്പോൾ അതിലൊരു പ്രൊമോഷൻ നമുക്ക് എന്തായാലും ഉണ്ട്. പിന്നെ ഈ സോഷ്യൽ കോഴ്സ് കൂടി ഈ സിനിമയുണ്ട്. നമ്മൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന സിനിമയല്ല ഇത്. സോഷ്യൽ കോഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ കാലങ്ങളായി നമ്മൾ എടുത്തിരിക്കുന്ന എഫേർട്ട് ഉണ്ടല്ലോ ഈ സിനിമ. 6 വർഷമായി ഇഷ്ടമായി. അപ്പോൾ അതൊക്കെ പോസിറ്റീവായി എനിക്ക് അഭിപ്രായം. കഥ പറയാനാണ് ശ്രമിച്ചത്. അത് വൃത്തിയായി പറഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വാസം. മറ്റെന്താ മുൻവിധികളൊന്നും ഇല്ലാതെ വരിക, പടം കാണുക, അഭിപ്രായം പറയാം. ആ കാലത്ത് ഗവൺമെന്റ് ഒളിച്ചു വെച്ച പലതിനും പുറത്ത് കാണിക്കാനാണ് കഥയാണ്, ഫിക്ഷനാണ്. എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാവരുടെയും ഒരുപാട് ദിവസത്തെ ഒരു കൂട്ടായ്മയുടെ ഒരു ഔട്ട്കം നിങ്ങൾക്ക് കണ്ടത്. അപ്പോൾ ഒരുപാട് സന്തോഷം. എന്നെ വിശ്വസിച്ച് അനുഭവത്തിൽ ഞാൻ ആദ്യം നന്ദി പറയുന്നത്. ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത ടിപ്പുകളും ഷിയാസ്കർ ഇന്ത്യൻ സിനിമ ഈ പടത്തിൽ നോക്കിയത് എല്ലാ ആക്ടേഴ്സും, ഞങ്ങൾ മാത്രമല്ല എല്ലാ ആക്ടേഴ്സും ടെക്നീഷ്യൻസും എല്ലാവരും ചേർന്നുള്ള ഒരു പേരാണ് കരിവേട്ട. അപ്പോൾ അത് നിങ്ങൾ കണ്ട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. നിങ്ങളാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇതിന് അധികം വേറെ പ്രൊമോഷൻസ് ഒന്നും അല്ല ആവശ്യം. ഇതൊന്നും തോന്നണം, ഇതൊന്നും തോന്നുന്നത് ജനങ്ങളിലേക്ക് എത്തിക്കുക, ഫ്രാങ്കായിട്ട് എത്തിക്കുക. എല്ലാ സംഭവങ്ങളും നിങ്ങൾ തന്നെ പറയുക. ഒരുപാട് സന്തോഷമുണ്ട്. അറിയുമല്ലോ, പച്ചയാജികളുടെ മനുഷ്യൻ്റെ ജീവിതം കാണിക്കുന്ന സമയത്ത് കളങ്കമില്ലാത്ത ശരിയുള്ള ആളുകളാണ് അവർ. അപ്പോൾ അവരുടെ കൂടെ തന്നെ കുറേ ദിവസം നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റി. അവരുടെ ജീവിതത്തിൽ കുറിച്ചെടുത്ത ഭാഗങ്ങൾ നമ്മൾ സിനിമയാക്കി അവരുടെ ക്യാരക്ടർ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. ഇമോഷണലാണ്. ഞാൻ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സ് വെച്ച് വളരെ ക്ലോസ് ടു ഹാർട്ടായിട്ട് എന്നും നിൽക്കുന്ന സിനിമയിൽ വളരെ സന്തോഷം. ഓൾ ടീമിൻ്റെ എഫോർട്ടാണ്. ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തൊരു മൂവിയാണ്. മൂവി നിങ്ങൾ കണ്ടിരുന്നു. വിഷയം അതുപോലെ പല നൂറ്റാണ്ടുകളായിട്ട് നാട് സ്വന്തം വീടാണ് കരുതിയ കുറേ ആൾക്കാർ ഒരു കാലത്ത് ഇതുപോലെ ഗവൺമെൻറ്റും നിയമങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വരുന്നൊരവസ്ഥയുണ്ട്. അതിൻ്റെ ഒരു ആവശ്യം മാത്രമേ ഈ മൂവിയിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ അവരുടെ കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അഭിനയിച്ചൊക്കെ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമ്പോൾ ലൈക്ക് ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റിനെ പോലെയാണ് എല്ലാവരും പെർഫോമൻസ് തന്നിരിക്കുന്നത്. എന്താ പറയുക, ഭയങ്കര ഡിസിപ്ലിൻഡായിട്ട് അവരുടെ പെർഫോമൻസസ് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്താ പറയേണ്ടതെന്നറിയില്ല. എല്ലാവരും തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. തിയേറ്റർ വഴിയാണ് എല്ലാ ജീവനും കിട്ടണമെങ്കിൽ അത് ആസ്വദിക്കാൻ പറ്റിയ തിയേറ്ററിൽ തന്നെ വന്ന് എല്ലാവരും ഒരു കുറച്ചധികം ആൾക്കാരുടെ എഫോർട്ടാണ്. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം വർക്ക് കണ്ടോ? നീ കണ്ടോ? നീ കണ്ടോ? അവിടെ ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് ആണെന്ന് തോന്നുന്നു. എല്ലാവരും ഇമോഷണലാണ് അറിയാം. ടിപ്പു ടിപ്പു എല്ലാവരും ഉണ്ട്. എല്ലാവരും ശ്രീയേട്ടനുണ്ട്.
ശരിടാ ഓക്കെടാ വേഗം വാ വേഗം വാ വേഗം വാ വേഗം വാ ഓക്കെ ഓക്കെ കാര്യങ്ങൾ ഭയങ്കര ഇമോഷണലാണ്. സിനിമ കണ്ട് അഭിപ്രായപ്പെടേണ്ട പ്രേക്ഷകരാണ്. സുരാജ് എന്ന് പറയുന്ന സംവിധായകൻ 6 വർഷം കഴിഞ്ഞിട്ട് ചെയ്ത സിനിമ നിങ്ങൾ അതുപോലെ പല പല വിഷയങ്ങൾ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, സിനിമയോടുള്ള കമ്മിറ്റ്മെൻറ്റ്, അല്ല എൻ്റെ കൊമേഴ്ഷ്യൽ പരിപാടികൾ, അതെല്ലാം കൂടെ ചേർന്ന ഒരു പാക്കേജാണ് സിനിമ. അതിലേക്ക് എല്ലാ അർത്ഥത്തിലും എല്ലാ ടെക്നിക്കൽ പരിപാടികളും പെർഫെക്റ്റ് എന്ന് പറയും. അത് ഭയങ്കര ഇമോഷണലാണ് കാര്യങ്ങൾ. നമുക്ക് ചെയ്യാനുള്ള ചെയ്ത് പ്രേക്ഷകരിലേക്ക് തന്നു അഭിപ്രായം പറയും. എല്ലാവരും കരഞ്ഞിട്ടാണ് ആ സസ്പെൻസ് നമുക്ക് കൊടുക്കണ്ട. വളരെ ഇമോഷണലാണ്, വളരെ ഇമോഷണലാണ്. സിനിമ കാണാൻ ഇത്തരത്തിലുള്ള സിനിമകൾ കാണാം. ഓക്കെ താങ്ക് യു. ഇതാരെയാണെന്ന് അറിയാമോ? ഒരു നല്ല സിനിമ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഇനിയും മലയാളത്തിൽ പ്രമുഖമായി മുന്നോട്ട് സിനിമ എല്ലാവരും കാണുക. കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ എൻ്റെ മാത്രം എഫോർട്ടിന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എൻ്റെ ഇപ്പോൾ ലാംഗ്വേജ് പഠിപ്പിക്കാനാണെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ഡ്രൈവുള്ള സഹോദരങ്ങളുണ്ടായിരുന്നു, സാധാരണ അങ്ങനെ കുറേ പേര്. പിന്നെ ഈ ക്യാരക്ടർ ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ചീഫ് അസോസിയേറ്റ് സാറാണെങ്കിലും ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. അതുപോലെ ഒരു ആർട്ടിസ്റ്റിനെ ഏറ്റവും കൂളാക്കി വെക്കാൻ കഴിയാന്നുള്ള ഒരു ഡയറക്ടറിന് ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ആസ് ആൻ ആർട്ടിസ്റ്റ് അനുരാജ് നമുക്ക് നല്ലൊരു സ്പേസ് തന്നിട്ടുണ്ട്, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും നമുക്ക് സപ്പോർട്ട് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് നമ്മുടെ ബെസ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബെസ്റ്റ് നമുക്ക് കാഴ്ചവെക്കാൻ പറ്റുന്നതായിരിക്കും. ഒന്നുമല്ല, ആക്ച്വലി നമ്മൾ രാവള ഭാഷയാണ് ആദ്യം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വെച്ചാൽ പണിയാ ഭാഷയാണ്, പണിയാ സ്ലാങ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ കൂടെ അഭിനയിച്ച സഹോദരങ്ങൾ സംസാരിക്കുന്നതും പണിയാ സ്ലാങ്ങാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നതും പണിയാ സ്ലാങ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ പണിയാ ഭാഷയാണ് നമ്മൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ നമ്മൾ പല ഇതും കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ലൈക്ക് അത് എനിക്കറിയില്ല എന്താ പറയുന്നത്. എല്ലാവരും പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ എനിക്ക് ചെറിയൊരു എൻ്റെ അമ്മ മാത്രമായിട്ട്, പക്ഷെ ചിത്രം കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നി. നല്ല രീതിയിൽ അറിയാലോ നമ്മുടെ അറ്റാച്ച് ഇഷ്ടം ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് നമുക്കറിയാലോ. ഏറ്റവും നന്നായിട്ട് ഇനി നല്ല സിനിമകൾ അറ്റാച്ചിൽ നിന്നുണ്ടാവും. അപ്പോൾ അറ്റാച്ച് ഏറ്റവും നന്നായിട്ട് ഈ പടം ചെയ്തു വെച്ചിട്ടുണ്ട്. ചേച്ചി പടത്തിന് ഫിലിം പോർഷനിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? അപ്പോൾ ഈ പടത്തിൽ ഇങ്ങനെ ഒരു മറുവശം ഉണ്ടെന്ന് ചേച്ചി അറിഞ്ഞിരുന്നു. ഐ മീൻ ഇങ്ങനെ ഒരു വയലൻസ് ഒക്കെ ഉള്ള ഒരു വശം. അതിപ്പോൾ ഇപ്പോഴാണോ കാണുന്നത്, നേരത്തെ കണ്ടിരുന്നില്ല? ഫസ്റ്റ് ടൈമാണ്. ഡബിയിൽ നമുക്ക് കുറച്ചൊന്നും ഇല്ല, എന്നാലും ഫസ്റ്റ് ടൈമാണ്. എക്സൈറ്റ്മെന്റ് എത്രത്തോളം? അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എത്രത്തോളം പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇപ്പോഴും എനിക്ക് ആ ഇമോഷൻസ് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അത് ശരിക്കും ഞാൻ കണ്ണുകൾ നമ്മൾ തള്ളിപ്പോകുന്നു പറയില്ലേ, അതേപോലെ പുതിയൊരു മോനങ്ങളെ കിട്ടിയിരിക്കുകയാണ്. ആളുടെ പെർഫോമൻസ് അടിപൊളി. നമ്മുടെ ഡയലോഗ് പഠിക്കുന്നതും എല്ലാം അതിനോട് അലിഞ്ഞ് ചെയ്യുന്നത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ചേരൻ സാറിനായിട്ട് എനിക്ക് ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ അധികം കണ്ടോ പടം എല്ലാവരോടും കാണാൻ പറയുക. നിങ്ങൾ വിജയിപ്പിക്കണം, അടിപൊളിയാക്കണം പടം കേട്ടോ. നാടാണ് നമ്മുടെ നാട്. ഒരാളുടെ വ്യക്തിപരമായ താല്പര്യത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കും. ടോവിനൊന്ന് കഠിനാധ്വാനിയെ കാണാൻ പറ്റിയ നാടുകൾ പറയുന്നത് അത് കൃത്യമായിട്ട് അദ്ദേഹം എടുത്ത ഇല്ല ആളുകൾ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ കഠിനാധ്വാനിയെ കാണാൻ പറ്റിയ ഒരു ഇവോൾവ്മെന്റ് ഉണ്ടാവുള്ള ക്യാരക്ടർ എന്നൊക്കെ പറയുന്ന ആളുകൾ ആളിൽ ഈ വിശ്വാസം, ആളിൽ ഇത്രയും ചെയ്യാൻ പറ്റും. ഒരു പെർഫോമൻസ് രീതിയിൽ സ്ഥിരം ചെയ്യുന്നതല്ലല്ലോ. 2014 എനിക്കറിയുന്നതാണ്. നമ്മൾ ആത്മാർത്ഥമായി പണിയെടുക്കുന്നു. അതിൻ്റെ ഒപ്പം ആർട്ടിസ്റ്റുകളെല്ലാവരും
നമുക്കൊപ്പം നിൽക്കും. ആ സിനിമ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എൻ്റെ മാത്രം സിനിമ എന്ന് പറയുന്നതിൽ തന്നെ യാഥാർത്ഥ്യം. ആര് പറഞ്ഞാലും യാഥാർത്ഥ്യം. ഒറ്റയാൾ പോരാട്ടം ചിലപ്പോൾ ഒരു പരിധി വരെ ചിലപ്പോൾ അത് വേണ്ടി വരും. അതൊരു ടീം വർക്കാണ് സിനിമ. അപ്പോൾ അതിൻ്റെ കൂടെ ഔട്ട്പുട്ടാണ്. കഠിനാധ്വാനം എല്ലാവരും ചെയ്തിട്ടുണ്ട്. ശേഖരൻ സാർ ഇപ്പോൾ സിനിമ കാണുന്നു. അപ്പം നമ്മുടെ ടീമിലുള്ള ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ എഴുതിയതും ഒക്കെ. എൻ്റെ കോളേജിലെ സീനിയർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെയധികം കുറേ നാളായിട്ട് ഇത് എന്തായിരിക്കുമെന്ന് കുറച്ച് അപ്പോൾ ഞാൻ വളരെയധികം കുറേ നാളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച ഒരു സിനിമയാണ്. അതിൽ ഇത്രയും നല്ലൊരു മെസ്സേജ് അവർ കൊണ്ടുവന്നു എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷം. നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു പുതിയൊരു ടൈപ്പ് രീതിയിൽ എല്ലാ ടൈപ്പും അവരൊക്കെ ട്രൈ ചെയ്യണല്ലോ. അതെ അതെ, ഇറ്റ്സ് എ ട്രൂ സ്റ്റോറി എന്തോ ആണ് ഞാൻ കേട്ടത്. എനിക്കറിയില്ല അത് എത്രത്തോളം സത്യമാണല്ലോ. ഇപ്പം ബോളിവുഡിൽ അക്ഷയ് കുമാർ കുറേ ഭയങ്കര സോഷ്യൽ കോസുകളുള്ള സിനിമകളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ അതിനേക്കാളും എന്തുകൊണ്ടും നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ടോവിനോ ചെയ്തിരിക്കുന്നത്. സോ അതിന് ടോവിനോയോട് പറയാതിരിക്കാൻ വയ്യ. അടിപൊളിയായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. മനുഷ്യന്റെ പ്രതിരോധത്തിന്റെയും പോരാട്ടത്തിന്റെയും ജീവിക്കാനുള്ള അവകാശം ഞങ്ങളുടെ സന്ദർഭത്തിലേക്ക് പറയാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ട് ധൈര്യം വേണം. അപ്പോൾ അത് പ്രത്യേകിച്ച് കാരണം അത് ഏത് തരത്തിൽ ബാധിക്കുമെന്ന് അറിയാൻ പാടില്ല. അതിന് എൻ്റെ ആദ്യത്തെ അഭിനന്ദനം ഈ സിനിമയാക്കിയ പ്രൊഡ്യൂസറോടാണ്. കാരണം ഇതിന് പണം മുടക്കാൻ തയ്യാറാകണമെന്നില്ല. അതൊരു ധൈര്യമാണ്. പിന്നെ നന്നായി രചന നന്നായിട്ടുണ്ട്, സംവിധാനം നന്നായിട്ടുണ്ട്, ആക്ടിങ് ഒരാളെയും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. എല്ലാവരും ഇപ്പോൾ പോലീസ് ഓഫീസറായിട്ട് ചേരും ടോവിനോ നമുക്ക് അറിയാവുന്ന നടനാണ്. പിന്നെ പുതുതായിട്ട് വന്ന ആര്യ CK ജാനുവാണെന്ന് നമുക്ക് മനസ്സിലാവും. അവർ പേര് മാറ്റിയാണ് പറയുന്നത്. CK ജാനുവിൻ്റെ അതേ രൂപത്തിൽ ആര്യ ഗംഭീരമുണ്ട്. പിന്നെ അന്നത്തെ മുത്തങ്ങ സമരത്തിൻ്റെ പശ്ചാത്തലമാണ് നമുക്കറിയാം. അത് നയിച്ച ജോഗി, അത് ആ വേഷം ചെയ്ത താമി ഗംഭീരമായിട്ടുണ്ടായിരുന്നു. വളരെ നന്നായി, ഭയങ്കര ഫീലായി. ബന്ധുക്കളൊന്നും കൊണ്ടുപോയിരുമ്പോൾ കരഞ്ഞു പറഞ്ഞു. അത് അപ്പോൾ അവരെ വേദനിപ്പിക്കുന്നു. ഇതൊരു വേദനിപ്പിക്കുന്ന ചരിത്രം കൂടിയാണ്. ഭയങ്കര റിസ്ക് എടുത്താണ് പുള്ളി പല സിനിമകളിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ല പണി മേടിച്ചിട്ടുണ്ട് പാവം. ബട്ട് ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ള, ശരിക്കും പ്രോമിസിംഗ് ആയിട്ടുള്ള ലീഡായിട്ടുള്ള ശരിക്കും പോരാട്ടമാണ്. കേട്ടില്ല? തീർച്ചയായും ഒരു കല അങ്ങനെ സംസാരിക്കേണ്ടതാണെന്നാണ് ഞങ്ങൾ കരുതിയിരിക്കുന്നത്. നീതി കിട്ടാത്തവർക്ക് വേണ്ടി സംസാരിക്കേണ്ടത് കൂടിയാണ് കല. എൻ്റർടൈൻമെൻറ്റ് കണ്ണൊക്കെ മറച്ചുകൊണ്ടൊക്കെ എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാക്കാണ്. ചില കാര്യങ്ങൾ ചില സിനിമകൾ അങ്ങനെ പറയണമല്ലോ. അല്ലേ, നമ്മളല്ലേ പറയേണ്ടത്. ചിലത് ഈ മതയല്ലേ പറയേണ്ടത്. ഇനി വരാൻ പോകുന്നവർക്ക് ഇതറിയണമല്ലോ. ലൈവ് ചാനൽസ് ഒന്നും ഇല്ലാത്ത സമയത്താണല്ലോ ഈ ഇൻസിഡൻ്റ് ഒക്കെ നടന്നിരുന്നത്. അല്ലേ, ഒരാൾ പറഞ്ഞിട്ടില്ല. 2003 ഞാനൊക്കെ ജീവിച്ചിട്ടുണ്ട്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഈ കാര്യങ്ങളൊന്നും. ഇത് ജനം ചർച്ച ചെയ്യട്ടെ, ആളുകൾ അറിയട്ടെ. ഇതൊരു ഫിക്ഷനാണ്, ശരിയാണ്. പക്ഷേ ഭൂസമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ആ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ ഇനിയും തീർന്നിട്ടില്ല. അത് സത്യമാണ്. ഒരു കഥ കെട്ടി ശ്രമിക്കുമ്പം അതിനകത്ത് കുറേയൊക്കെ മാസം ഉണ്ടാകും. അത് എത്രത്തോളം ഇഫക്റ്റീവായി പറയാമെന്നുള്ളതാണ്. രാഷ്ട്രീയം പറയാനല്ല ഒരു സിനിമ, അല്ലെങ്കിൽ അത് മാത്രമല്ല ഒരു സിനിമ എത്രത്തോളം ഇഫക്റ്റീവായി കണ്ടു തരത്തിൽ ഒരു ലൈഫിലൂടെ, ഒരാളുടെ ലൈഫ് എക്സ്പീരിയൻസിലൂടെ അതെങ്ങനെ പറയാൻ കഴിയും. ടോവിനോ അത് തന്നെയാണ് നിർദ്ദേശിക്കുന്നത്. അയാളിലൂടെ നമ്മൾ ആ ഒരു വലിയ ഇൻസിഡൻറ്റിന് 2003 ജനം കാണാത്തൊരു ഇൻസിഡൻറ്റിനെ ഒരു സിനിമ ഒരാളുടെ ആഗ്രഹത്തിലൂടെ ആ സിനിമ പറഞ്ഞ വിവരം ഭയങ്കരമായിരുന്നു. ഞങ്ങൾക്ക് കാലഘട്ടത്തിലുള്ള എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് സിനിമ അല്ലേ. ഫിലിം മേക്കറും എഡിറ്ററും റൈറ്ററും മ്യൂസിക് ഡയറക്ടറും അങ്ങനെ എല്ലാവരും. എനിക്ക് ശരിക്കും വയനാട്ടിലെ ആ ഷൂട്ടിങ്ങിൽ പങ്കെടുത്ത എല്ലാവരും ഒറിജിനൽ ഫൈനൽസാണ്. അവരാരെയും ഞങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കൊണ്ടൊന്നുമല്ല. ശരിക്കും അവരോടാണ് നന്ദി പറയേണ്ടത്. അവർ ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട് ചെയ്യാൻ. അവരാദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ വരുന്നത് പോലും. പക്ഷെ എത്ര മനോഹരമായിട്ടാണ് അവർ അഭിനയിച്ചത്. തിരിപ്പിച്ചു പോയാൽ ചോദ്യമാണ് ചോദിക്കണല്ലേ പറയുന്നത്. ചോദ്യമാണ് നരിവേട്ട അടിപൊളി സിനിമ. അനുരാജ് മനോഹർ എന്ന ഡയറക്ടർ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ആയാലും ഇതൊരു നടന്ന സംഭവം. ആ നടന്ന സംഭവം ചിത്രീകരിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഞാൻ. അതേപോലെ അദ്ദേഹം അത്
മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ അഭിനയിച്ച കഥാപാത്രങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടൊവിനോ, അപ്പോൾ ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ കണ്ടതാണ്. എല്ലാ ചിത്രങ്ങളും നല്ലതാണെങ്കിൽ ഈ ചിത്രത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ടാകും. കാരണം നടന്ന സംഭവം അപ്പോൾ അതായത് ഈ സിനിമ പ്രേക്ഷകരുടെ മനസ്സിൽ ഈ നടന്ന സംഭവം അതിലഭിനയിച്ച ഓരോ കഥാപാത്രങ്ങളും ഒരു പിഞ്ചു കുട്ടികളാകട്ടെ ഒക്കെ അഭിനയിച്ച് അവർ നമ്മൾ ആ ചിത്രീകരണം അത് നന്നായിട്ട് ഫലിപ്പിച്ചിട്ടുണ്ട്. കാരണം അത്രയും മനോഹരമായിട്ടുള്ളൊരു ചിത്രമാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും വസ്ത്രാലങ്കാരം ഇതെല്ലാം അതിമനോഹരമായിട്ടുണ്ട്. അതിൽ ഒരു ടീം വർക്ക് ഇവരെ അടിപൊളിയായിട്ട് ഇവർ എടുത്തിട്ടുണ്ട്. ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ചരിത്രം ഇതാണ്. അല്ലാതെ കുടുംബചിത്രം എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് നടന്ന സംഭവം ഫാമിലിയുള്ള തന്നെയുള്ള ഇത് ഫാമിലിയിൽ സംഭവിക്കുന്ന സംഭവങ്ങൾ ഇതുപോലെ അവിടെ സംഭവിച്ചുള്ള ഓരോ കുടുംബത്തിന് അതാണ് ഫാമിലി എന്ന് ഉദ്ദേശിക്കുന്നത്. അവരുടെ സംഭവങ്ങൾ യാഥാർത്ഥ്യമായിട്ട് ഇതിൽ നല്ല മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതിൽ നല്ലൊരു ചിത്രമാണ്. ടൊവിനോ അഭിമാനിക്കാൻ പറ്റിയ ചിത്രം. പിന്നെ നമുക്ക് പ്രേക്ഷകർക്ക് അന്ന് അനുഭവിച്ച പോലീസ് ഓഫീസർമാരാകട്ടെ ഉദ്യോഗസ്ഥരാകട്ടെ അതിലുള്ള ജനങ്ങളാകട്ടെ എല്ലാവരും ഇത് മനോഹരമായിട്ട് ഈ ചിത്രം എടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു ചിത്രമാണ്. എല്ലാവർക്കും വന്ന് കാണാം. ഈ സംഭവം എന്താണെന്നുള്ളത് ഈ ചിത്രം കണ്ടാൽ അറിയാൻ പറ്റും. നല്ല ബെസ്റ്റ് കഥാപാത്രം അദ്ദേഹം ചെയ്തതിൽ ഒരു മികച്ചൊരു കഥാപാത്രം തന്നെയാണ് ഇപ്പോൾ ഈ ചെയ്തേക്കുന്ന പോലീസ് ഓഫീസർ. കാരണം ഇമോഷണൽ സീനൊക്കെ ഒരുപാട് നന്നായിട്ട് അദ്ദേഹം വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ ചേരൻ നന്നായിട്ട് അഭിനയിച്ചു. മുത്തങ്ങ സമരത്തിൽ CK ജാനുവിൻ്റെ ഒരു ഇതുണ്ട്. ആ ഒരു ക്യാരക്ടർ തന്നെ ഇതൊരു ബയോപിക് മൂവിയാണ്. നമ്മൾ റെഫറൻസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജാനുമാൻ മാത്രമല്ല അങ്ങനെ കുറച്ചധികം സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സമരനായകന്മാർ നമ്മൾ നമ്മൾ ഈ സിനിമയിൽ കൈകാര്യം ചെയ്യുന്ന വിഷയം ഭൂമിയില്ലാത്ത പോരാട്ടമായിരുന്നു. നമ്മൾ കൂടുതലും റെഫർ ചെയ്തിരുന്നെങ്കിൽ ജാനുമാനെയാണ്. കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടോ? ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് സിനിമ ചെയ്തേക്കുന്നത്. അതിനോട് എത്ര ശതമാനം നീതി പുലർത്തിയിട്ടുണ്ട്? അതെല്ലാവരും കണ്ടിട്ട് പഴയ കേട്ട കുറെ റിയൽ ഇൻസിഡൻസിന്റെ ആയിട്ട് കാണുന്ന